ഹലോ. നമ്മളെ മാച്ചുവിന് കാറിന്റെ കളക്ഷൻ കൂടാതെ കോയിൻ കളക്ഷനും കൂടിയുണ്ട്. ഇത് കുറച്ച് കാലമായി തുടങ്ങിയിട്ട്. അപ്പം ഈ ഒരു ആൽബത്തിൽ ഒരുപാട് തരം കോയിൻസ് ഒക്കെ ഉണ്ട്. മിക്കതും ഇന്ത്യൻ തന്നെയാണ്. പിന്നെ ഇത് കൂടാണ്ട് ഫോറിൻ കൺട്രീസിലതും അവ കുറച്ചൊക്കെ കളക്ട് ചെയ്യലുണ്ട്. ഉപ്പ വരുമ്പോൾ എൻ്റെ സിസ്റ്റർ ഒക്കെ വരുമ്പോൾ അവന് കൊണ്ടു കൊടുക്കലുണ്ട്. 2 ദിവസം മുമ്പാണ് എൻ്റെ ഒരു പരിചയക്കാരൻ ജോസഫ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലാൻസിന് വേണ്ടി വിളിച്ചതാണ്. പിന്നെ ചേട്ടന്റെ കയ്യിൽ ഒരുപാട് ബേർഡ്സ് ഒക്കെ ഉണ്ട്. ബേർഡ്സ് ഒക്കെ നല്ലോണം സെയിൽ ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ ബേർഡ്സിന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പൊ അതിന്റെ കൂടെ കോയിൻ കളക്ഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ മുതൽ പിന്നെ ചേട്ടന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് നമ്മൾ ആ ചേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ചേട്ടന്റെ അടുത്ത് എക്സ്ട്രാ ഉള്ളത് മാച്ചുവിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇത് പയ്യാവൂരിന്നും ഏറ്റുപാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഏകദേശം നമ്മളെ വീട്ടിൽ നിന്ന് 50 കിലോമീറ്റർ ഉണ്ട് അവിടത്തേക്ക്. മലയോര മേഖലയായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി റോഡും പിന്നെ റബ്ബർ തോട്ടലും ഉണ്ട്. ഇതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ചേട്ടൻ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിനെ. നല്ലോണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനാണ്. അങ്ങനെ ചേച്ചി നമുക്ക് അവിടുന്ന് വട്ടയപ്പവും ചിപ്സും ചായയൊക്കെ തന്ന് അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷമാണ് ചേട്ടന്റെ ബേർഡ്സ് കളക്ഷൻസ് ഒക്കെ കാണാൻ പോയത്. എല്ലാം മുട്ടയിട്ടിട്ടെല്ലാം ഇരിക്കുന്നതുകൊണ്ട് അത് ഭയങ്കര അഗ്രസീവാണ്. കാരണം നമ്മളെ കാണുമ്പോൾ അവരെ മുട്ട എടുക്കാൻ വേണ്ടി പോകുന്നതാണെന്നുള്ള ഒരു പേടിയുള്ളതുകൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഭയങ്കര ഒച്ചപ്പാടലാക്കുന്നുണ്ട്. പിന്നെ ഇതൊരു കുഞ്ഞ് ഡവാണ്. ഇതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു മുമ്പ്, പക്ഷെ ഇപ്പൊ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ജോഡിക്ക് 1200 രൂപയേ ഉള്ളൂ. പിന്നെ ഇവിടെ താഴെ ഒരു പഗ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവൻ അങ്ങനെ കൂടുതൽ ബഹളമൊന്നും വെക്കാത്ത ആളായതുകൊണ്ട് പിന്നെ അടങ്ങി അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കുന്നു മാത്രമേ ഉള്ളൂ. കോയിൻസ് ഈ ഒരു ടേബിളിന്റെ മുകളിലാണ് നല്ല നീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് അതിൽ എക്സ്ട്രാ ഉള്ളതൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.